പത്തനംതിട്ടയിൽ നിന്ന് സുജു ചേരുന്നു. സുജു, ഏറ്റവും അധികം മഴ പെയ്യുന്നത് പത്തനംതിട്ട അടക്കമുള്ള മലയോര ജില്ലകളിലാണ്. ഏറ്റവും ജനങ്ങൾ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതും പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലാണ്. എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മഴ? ഷമി, ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച പുതിയ അലർട്ട് പ്രകാരം പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഇന്നലെയും പത്തനംതിട്ടയിൽ ഇന്നലെ പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു. പുതിയ അലർട്ടിലും പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷമി സൂചിപ്പിച്ചതുപോലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു പത്തനംതിട്ട. അതിൻ്റെ റെഡ് പ്രഖ്യാപിക്കുക മാത്രമല്ല, ശക്തമായ മഴ പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പെയ്യുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ആറന്മുള സത്രക്കടവിന് സമീപമാണ്. ഇപ്പോൾ പമ്പ നദിയുടെ സമീപത്താണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നദികളിൽ ജലനിരപ്പ് പത്തനംതിട്ടയിൽ ഉയരുന്നുണ്ട്. എന്നാൽ ക്രമാതീതമായി തരത്തിൽ ഉയരുന്നില്ല എന്നത് ആശ്വാസകരമാണ്. ഏതാനും ദിവസങ്ങളാൽ പെയ്യുന്ന മഴയുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അപകടകരമായ ഒരു വിധത്തിലേക്ക് ജലനിരപ്പ് ഉയരുന്നില്ലെന്ന ആശ്വാസമാണ്. കാരണം നദികളിൽ കഴിഞ്ഞ കുറേ നാളായി ഉണ്ടായിരുന്ന വരൾച്ചയെ തുടർന്ന് നദികളിൽ വെള്ളം നല്ല രീതിയിൽ കുറവായിരുന്നു. അതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് അതിശക്തമായ മഴ തുടർച്ചയായ ദിവസങ്ങളിൽ പെയ്തെങ്കിൽ മാത്രമേ നദികളിലെ ജലനിരപ്പ് അപകടകരം വിധം ഉയരുകയുള്ളൂ. നിലവിൽ അച്ചൻകോവിൽ ആറിൽ, പമ്പാ നദി, മണിമലയാറിൽ തുടങ്ങിയ നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അപകടകരമായ വിധം ഉയർന്നില്ലെന്നുള്ളൂ. എന്നിരുന്നാൽ പോലും ജനങ്ങൾ കടുത്ത ജാഗ്രത പാലിക്കേണ്ടതാണ്. ജില്ലാ ഭരണകൂടം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സമയത്ത് നദികൾക്ക് കുറുകെ കിടക്കുകയോ മീൻ പിടിക്കുവാനോ നദിയിൽ ഇറങ്ങുകയോ ചെയ്യരുതെന്നാണ് നിലവിലെ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതിന് ചൂണ്ടിക്കാട്ടുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ അപകടമുണ്ടാകാൻ വലിയ സാധ്യതയുള്ളതാണ്. ഷമി സൂചിപ്പിച്ച പോലെ മലയോര ജില്ലയുടെ മലയോര മേഖലയും ഉൾപ്പെടുന്ന ഭാഗം കൂടി ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ജില്ല. അതിനാൽ തന്നെ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലോ പെട്ടെന്നുണ്ടായ നദികളിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 3 ആളുകളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് മല്ലപ്പള്ളിയിൽ ബീഹാർ സ്വദേശി നരേഷ് ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നത് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നദികളിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത്രയും മുന്നറിയിപ്പും ഈ മഴയും പമ്പാ നദിയിലടക്കം ജലനിരപ്പ് വലിയ തോതിൽ ഉയരും എന്ന മുന്നറിയിപ്പെല്ലാം നൽകിയാൽ പോലും ആൾക്കാർ കുളിക്കാനും മറ്റുമായി വീണ്ടും ഈ പുഴയിലേക്ക് ഇറങ്ങുകയും അപകടത്തിൽ പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം